ഹലോ ഗൈസ്, ഇന്ന് ഞാൻ റേഞ്ച് റോവറിൻ്റെ ചെറിയൊരു ടിപ്സ് തരാൻ വന്നതാണ് ഗൈസ്. ഈ വെഹിക്കിൾ സെറ്റിംഗ് എടുക്കാം. വെഹിക്കിൾ സെറ്റിങ് ഇവിടെ ഉണ്ടാവും. ഇത് റൗണ്ട് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ മാറി മാറി വരും. വെഹിക്കിൾ ഇൻഫർമേഷൻ, നമുക്കിപ്പോൾ വേണ്ടുന്നത് വെഹിക്കിൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസഞ്ചർ എയർ ബാഗ്, പിന്നെ ഒഴിവിൽ ലോക്ക് വാണിംഗ്, 2 സ്റ്റേജ് അൺലോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലോക്ക് ചെയ്യേണ്ടെങ്കിൽ ചെയ്യാം. ഡ്രൈവ് അവേ ലോക്കിംഗ്, എത്ര ടൈം വെച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ 8 കിലോമീറ്റർ ലോക്കാവും. അത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ലോക്കാവില്ല, നമ്മൾ തന്നെ ലോക്കാക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി 8 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ലോക്കാവും. അങ്ങനത്തെ സിസ്റ്റമാണ്. ഈ കൺവീനിയൻസ് ഫീച്ചർ നിൽക്കുക. അതിൽ റിവേഴ്സ് ഡിപ്പ് മിറർ ഉണ്ട്. അതാകുമ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ സൈഡ് മിറർ താഴോട്ടും ഇത് വ്യൂ കറക്റ്റ് കാണിച്ചു തരും. വിൻഡോസ് ഗ്ലോബൽ ഓപ്പൺ, വിൻഡോസ് ഗ്ലോബൽ ക്ലോസ് ഉണ്ട്. ഓട്ടോ ആക്സസ് ഹൈറ്റ്, ഈ ഓട്ടോ ആക്സസ് ഹൈറ്റ് നമ്മൾ എനേബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി ഷോക്ക് താഴ്ന്ന് അമർന്നിങ്ങനെ നിൽക്കും. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പൊന്തി വരും. അതാണ് ഓട്ടോ ആക്സസ് ഹൈറ്റ്. ഇതിപ്പോൾ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ഇവിടെ ചെയ്യേണ്ടി വരും. മാനുവലായിട്ട് ഇതിപ്പോൾ ഹൈറ്റ് പൊന്തിയിട്ടുള്ളത്, ഹൈറ്റ് താക്കണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഗൈസ്. ഓട്ടോ ഹൈ ബീം ഉണ്ട്, സെറ്റിംഗ് ഉണ്ട്, വൈപ്പർ സെറ്റിംഗ് ഉണ്ട്. വൈപ്പർ സെറ്റിങ്ങിൽ വൈപ്പർ മോഡ് ഉണ്ട്. അത് വൈപ്പർ റെയിൻ സെൻസർ, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓണാക്കി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വൈപ്പർ മോഡ് വിൻ്റർ മോഡാക്കിയാൽ വിൻ്റർ മോഡിൽ വൈപ്പർ വന്നുകൊണ്ടിരിക്കും. ഹെഡ് ലാമ്പിൽ ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓഫായി കഴിഞ്ഞാൽ നൈറ്റിൽ ഓട്ടോയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തനിയെ എത്ര ടൈമിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഓഫ് ആണെന്നുള്ള ഇതാണ്. ഓക്കെ ഗൈസ്.